മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന AK ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ആദ്യം വന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കണ്ടവരുടെ മനസ്സിലൊക്കെ ഇന്നും ഒരു വിങ്ങലായി നിലനിൽക്കുന്ന മമ്മൂട്ടിയുടെ ബാലൻ മാഷ് എന്ന കഥാപാത്രം. സിബി മലയിലെ സംവിധാനത്തിൽ 1987 ആഗസ്റ്റ് 14 റിലീസ് ചെയ്ത തനിയാവർത്ത. MG രാധാകൃഷ്ണൻ്റെ സംഗീതവും ജോൺസന്റെ പശ്ചാത്തല സംഗീതവും, ഛായാഗ്രഹണം സാലു ജോർജ്, എഡിറ്റിംഗ് L ഭൂമിനാഥൻ എന്നിവരാണ് കൈകാര്യം ചെയ്തത്. തിലകൻ, മുകേഷ്, സരിത, ഇന്നസെന്റ്, ബാബു നമ്പൂതിരി, കവിയൂർ പൊന്നമ്മ, ഫിലോമിന തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളായത്. സർക്കാർ ജോലിയിലിരിക്കുന്ന സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറായ ബാലൻ മാഷിൻ്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഭാര്യയും 2 മക്കളും, അനിയൻ ഗോപിയും അനിയത്തിയും അമ്മയും മുത്തശ്ശിയും ഒക്കെയായി സന്തോഷത്തോടെ ഒരു കൂട്ടുകുടുംബ ജീവിതം. ആ വലിയ വീടിൻ്റെ ഒരു മുറിയിൽ ബാലൻ്റെ അമ്മാവനെ പൂട്ടിയിരിക്കുകയാണ്. മാനസിക നിലതെറ്റി ഭ്രാന്തായി. ആ വീട്ടിലെ മുതിർന്നവർ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഓരോ തലമുറയിലും വീട്ടിലെ ആണുങ്ങൾ ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കും. അതിൻ്റെ ഇപ്പോഴുള്ള അവശേഷിപ്പാണ് ബാലൻ്റെ അമ്മാവൻ. ഇനിയുള്ള തലമുറയിൽ ആണുങ്ങളായുള്ളത് ബാലനും അനിയൻ ഗോപിയുമാണ്. ഇവരിൽ ആർക്കാണ് ഭ്രാന്ത് പിടിക്കുക എന്നതിൽ ഒരു സംശയം മാത്രമേ അവർക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് എന്തായാലും ഭ്രാന്ത് പിടിക്കുമെന്നത് അവർക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അവരുടെ വിശ്വാസം എന്നത് അത്രത്തോളം ദൃഢമാണ്. മുത്തശ്ശിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശാപമാണ്. ഇനി ആർക്ക് വരുമെന്ന ആശങ്കയിൽ അവർ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന മാത്രം. മുത്തശ്ശി പറയുന്ന നുണയാണെന്ന് മക്കളോട് പറഞ്ഞ് തിരുത്തുന്നുണ്ട് ബാലൻ മാഷ്. അങ്ങനെ ഒരു ശാപവുമില്ലെന്നും അന്ധവിശ്വാസമാണെന്നും അയാൾ ഉറപ്പിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നേ ഉള്ളൂ ഗോപിക്ക്. അയാൾക്കും അറിയാം പാരമ്പര്യവും അന്ധവിശ്വാസവുമാണെന്ന്, അതിനൊത്ത ആചാരങ്ങളും. ബാലൻ മാഷയെ സംബന്ധിച്ചിടത്തോളം അമ്മാവൻ ഭ്രാന്തനല്ല, മനുഷ്യൻ തന്നെയാണ്. അയാൾ ആ കരുതൽ അമ്മാവനോട് കാണിക്കുന്നതുമുണ്ട്. വീട്ടിലെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പെങ്ങൾക്കുള്ള വിവാഹാലോചന വന്നതൊന്നും ശരിയാകുന്നതുമില്ല. ശ്രീധരൻ മാമയുടെ മരണത്തോടെ ആ ശാപത്തിൻ്റെ കണ്ണി അവസാനിക്കുമെന്ന് ഗോപി ബാലൻ മാഷിനോട് പറയുന്നതുമുണ്ട്. പക്ഷേ എല്ലാം മാറിമറിഞ്ഞതും ബാലൻ മാഷ് ഒരു സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നതിലൂടെയായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ തുരുത്തിലേക്ക് ബന്ധിക്കപ്പെടുകയായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ആ വലിയ വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിലേക്ക് അയാളുടെ കൂടെയുള്ളവർ തന്നെ തളച്ചിടുകയായിരുന്നു. ഭ്രാന്തില്ല എന്ന് പറഞ്ഞതൊക്കെയും അവർ ഭ്രാന്തിൻ്റെ തന്നെ ലക്ഷണങ്ങളായി കണ്ടു. ശാപം പേറിയ വീടെന്ന് ആ നാട്ടുകാർക്ക് മുന്നേ അറിയാമായിരുന്നതുകൊണ്ട് ബാലൻ മാഷ് എല്ലാ രീതിയിലും ചങ്ങലകളിലേക്ക് ബന്ധിക്കപ്പെടുകയായിരുന്നു. പ്രകടനങ്ങളുടെ കൂടെ സിനിമയാണ് തനിയാവർത്തനം. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാലൻ മാഷ് എന്ന കഥാപാത്രം വരുന്നതും. 2 അവസ്ഥകളിലും 2 ബാലൻ മാഷാകാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നുമുണ്ട്. തിലകൻ, ഫിലോമിന, കവിയൂർ പൊന്നമ്മ, മുകേഷ് എന്നിവരുടെ കൂടെ ഗംഭീര പ്രകടനം സിനിമ സമ്മാനിക്കുന്നുണ്ട്. വിശ്വാസം അന്ധമാണെങ്കിൽ അത് പറിച്ചെറിയുക എന്നത് ദുഷ്കരമാണ്. അത്തരമൊരു സാഹചര്യത്തെ ലോഹിയും സിബി മലയിലും തനിയാവർത്തനത്തിൽ കാണിച്ചു തരുന്നത് ഏറ്റവും മികച്ച രീതിയിലാണ്. നമ്മൾ വിശ്വസിച്ചതാണ് ശരിയെന്ന് പറയിപ്പിക്കാൻ ഒരു നോട്ടം പോലും അവർ കരുതി വെക്കും. ഒരു വിധത്തിൽ നോക്കിയാൽ ഓരോ മനുഷ്യനും ഭ്രാന്തനല്ലേ. ബാലൻ മാഷിനെ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തി കുടുംബവും സമൂഹവും നോക്കിക്കാണുമ്പോഴും അങ്ങനെയാണോ എന്നത് പ്രേക്ഷകനോടുകൂടെ നോക്കിക്കാണാൻ സിനിമ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ അയാൾ ഭ്രാന്തനല്ല, ഒരു സാധാരണ മനുഷ്യനാണ് എന്ന തിരിച്ചറിവിലാണ് ബാലൻ മാഷിൻ്റെ ചുറ്റുമുള്ളവരാണ് ഭ്രാന്തുള്ളവരെന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു അധ്യാപകനായിട്ട് അദ്ദേഹത്തിന് പോലും തിരുത്തി എഴുതാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഒടുവിൽ ഗോപിക്ക് പോലും സംശയം തോന്നുന്നുണ്ട്. പക്ഷേ അയാൾ ബാലനെ ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നത് മരുന്ന് കൊണ്ടൊന്നും കാര്യമില്ല, ആ കാശിന് കാവിൽ കുറച്ച് എണ്ണ വാങ്ങി തിരിവെച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാകുമെന്നാണ്. തകർന്നു പോകുന്ന ബാലൻ മാഷിൻ്റെ ഓരോ ചലനവും വർത്തമാനവും സാധാരണ മനുഷ്യൻ്റേതുപോലെയായിരുന്നു. അയാളുടെ സ്നേഹം സത്യമായിരുന്നു. അയാൾക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ ആഗ്രഹമായിരുന്നു. പക്ഷേ എല്ലാം ഭ്രാന്തിൻ്റെ പേരിൽ മാത്രം അയാളുടെ ശരീരത്തിലടിക്കുന്ന ആണികളായി മാറി. പിന്നീട് ഒരുപക്ഷെ അയാൾ ഭ്രാന്തനായി മാറിയിട്ടുണ്ടാകും. ആദ്യ ചോറുരുള വാരിക്കൊടുത്ത ആൾ തന്നെ അവസാന ചോറുരുളയും വാരിക്കൊടുക്കുന്നിടത്ത് മലയാള സിനിമയിലെ എക്കാലത്തെയും ശ്രദ്ധേയമായ സിനിമയാവുന്നുണ്ട് തനിയാവർത്തനം. നാരായണ 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 നാരായണ. ആ കുട്ടിയുടെ എവിടെ? അന്ത്യായ വന്ന് നാമം ജപിക്കുന്നു. വത്സ വിചാരമുണ്ടോ? നാരായണ സിനിമയിലെ കുറെ രംഗങ്ങൾ ചിത്രീകരിച്ച ഭാഗമാണ് ഈ വരാന്ത. ഫിലോമിനയും തിലകനും കവിയൂർ പൊന്നമ്മയും എല്ലാം ഇരിക്കുന്നതും മമ്മൂട്ടി നടന്നു പോകുന്നതുമെല്ലാം ഈ ഇടനാഴികയുടെയായിരുന്നു. ഞാൻ എത്തിയിട്ടുണ്ട്.
താനെന്നും പാതിരാക്കല്ലേ എത്തൂ. ഞാൻ കേറണില്ല, രാവിലെ വരാം. ഉണ്ടിട്ട് പോടാ വെങ്ങാരാ. ഇല്ല, ഇറങ്ങാ. ഇല്ല, വെളിച്ചമല്ലോ. ഛേ, എന്തിനാത്? ബാലഗോപാലാ, എനിക്കുള്ള കൊട്ടൻ ചുക്കാത് വാങ്ങിയോ? ഇല്ല, മറന്നുപോയി. നീ മറക്കും. ഇങ്ങനെ ഒരാളുള്ള വിവരം നിനക്ക് ഓർമ്മയില്ല. കാല് കടച്ചിട്ട് വയ്യ. ബാല, വന്ന് കിടക്ക്. നേരെ എന്തായിന്നറിയോ? ഞാൻ വന്നോളാം. മോനെ, ഇന്ന് വെള്ളിയാഴ്ചയാ. ഒറ്റയ്ക്കിരിക്കണ്ട. സുഖമില്ലാത്തോണ്ടല്ലേ അമ്മ പറയണേ? സ്കൂളിൽ ബാലഗോപാലൻ മാഷ് ഭ്രാന്തനായി. നാട്ടുകാരുടെ മുമ്പിലും അതെ. എന്റെ ഇന്ദുവിന്റെയും കുട്ടികളുടെ മുമ്പില് എന്നെ ഭ്രാന്തനാക്കരുത്. എന്റെ പൊന്നു മോനെ, നിനക്കൊരു ദോഷവും വരില്ല. ദേവി നമ്മളെ ചതിക്കില്ല. അമ്മ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരെയും വേണ്ടതിലധികം സ്നേഹിക്കുന്നു എന്നൊരു കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ആരെയും നിഷേധിക്കാനും കഴിയുന്നില്ല. ഒറ്റയ്ക്കിരുത്തണ്ട. നീ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് സുഖമില്ലെന്ന്? ഇല്ല. മതി, എനിക്കത് മതി. സ്റ്റാർട്ടായി. ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരു 2 വീട് അപ്പുറത്താ. നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കെ. ഇവിടെ അടുത്ത് എന്തെന്ന് പറയും? ഇവിടെ തെക്ക് 2 വീട് അപ്പുറ വാടക. സ്വന്തം നാട് കൊച്ചാലയ. നാട്ടിലേക്ക് പോണ വഴി. ഇറങ്ങട്ടെ, പോട്ടെ. എന്റെ പൊന്നു മോനെ, അമ്മയോട് പൊറുക്കടാ. സാരല്ലമ്മേ, സാരല്ല. ബാലേട്ടാ. ഗോപി, ബാലേട്ടൻ അന്യനാക്കിയല്ലേ? കത്തെഴുതിയപ്പോ ഒരു വരി കൂടെ കുറിക്കായിരുന്നു, ബാലേട്ടൻ വരരുതെന്ന്. നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടിയാ. നാട്ടിലൊക്കെ ഇല്ലാത്ത കഥകളാ. അതുകൊണ്ടൊരു നുണ പറയേണ്ടി വന്നു. അവൾക്കൊരു ജീവിതം, അത്രേ ചിന്തിച്ചുള്ളൂ.
നന്നായി. ഭ്രാന്തനായ വല്യേട്ടൻ വേണ്ട. നന്നായി ഗോപി. ഞാനും എന്തും കുട്ടികളും ആർക്കും ഒരു തടസ്സാവില്ല. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. അല്ലെങ്കിൽ എല്ലാരും കൂടെ ചേർന്ന് ശ്രീധരൻ മാമയുടെ മുറിയിൽ എന്നെ ചങ്ങലക്കിട്ട് പോട്ടു. വലിയ സന്തോഷായി. കല്യാണം ആർഭാടായിട്ട് നടത്തണം. വല്യേട്ടൻ ദൂരെ അകലെ നിന്ന് കണ്ടോളാം. എന്റെ മോക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. കരയരുത് കുട്ടി, കരയരുത്. ഇന്ദിരെ ഒന്ന് അറിയിക്കണ്ടേ മോനെ? എന്ത്? നമ്മൾ എല്ലാരും കൂടി ഇത്രയിടം വരെ കൊണ്ട് എത്തിച്ചു. ഈ തറവാട്ടിൽ നിന്നും ശാപത്തിൽ നിന്നും പുറത്തു പോകാൻ ഏടത്തേക്കും കുട്ടികൾക്കും കഴിയുമെങ്കിൽ അവരിനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. ഗോപി, എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. എന്നെ ഒന്ന് കൊണ്ടുപോവോ? കാണാം. മരിക്കും വരെ കണ്ണു നിറച്ച് കാണാം. ശ്രീധരമാമയുടെ മുറി ഒരുക്കി വെച്ചോളൂ. പിന്നെ എന്നും ഉണ്ടാവും അവിടെ, എന്നും. ഭ്രാന്താശുപത്രിയില് തളം വെക്കോടാ. സുമിത്രേ, ഒന്നും ആലോചിക്കണ്ട. ഈ വീടൊരു ചെലന്തി വലയാണ്. രക്ഷപ്പെടണം. ഒരിക്കലും തിരിച്ചു വരരുത്. അല്ലെങ്കിൽ നിന്റെ സന്തതികൾക്ക് പോലും രക്ഷ കിട്ടില്ല. വല്യേട്ടനെ എനിക്കൊന്ന് കാണണം. ആ കാലിൽ വേണ്ട മാപ്പ് പറയണം. അന്യനെ പോലെ ഇറങ്ങിപ്പോയപ്പോ ഞാനും നോക്കി നിന്നു. ഈശ്വര. വേണ്ട കുട്ടി, വേണ്ട. ആ മുഖം നീ കാണണ്ട. വലിയേട്ടൻ നിന്നെ ശപിക്കില്ല. ആരെയും ശപിക്കില്ല. എന്നും എല്ലാവരോടും പുറത്തിട്ടേ ഉള്ളൂ ബാലേട്ടൻ. എന്റെ ഭഗവതി, അയ്യോ, ഞാൻ എങ്ങനെ സഹിക്കും? അയ്യോ, എന്റെ കുഞ്ഞിന്റെ മുഖം. അയ്യോ, അയ്യോ, ഞാൻ ഈ മുഖം എങ്ങനെ കാണും? അയ്യോ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞേ. അമ്മേ, അയ്യോ, 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 ഏട്ടാ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ.
എക്കാലത്തെയും മികച്ച സിനിമയായ തനിയാവർത്തനം എന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളാണ് ഇനിയുള്ളത്. ആദ്യ ചോറുരുള കൊടുത്ത അതേ കൈകൊണ്ട് തന്നെ അവസാന ചോറുരുള കൊടുക്കുകയും ചെയ്ത് ഈ സിനിമ ഇവിടെ സമാപിക്കുകയാണ്. ആരും ഇല്ലണ്ടായി അല്ലേ? രാമൻ കർത്താവ് വന്നു. മോനെ, ഇനിയും ജീവിക്കണോ നിനക്ക്? ഹരിക്കുട്ടനും മണിക്കുട്ടിയും ഭ്രാന്തൻ ബാലന്റെ മക്കളായി വളരണോ? ആരാരുമില്ലാതെ ഈ മുറിയിൽ കിടന്ന് ആയുസ് മുഴുവൻ നരകിക്കണോ? പട്ട എവിടെ വെച്ചിരിക്കുന്നത്? എന്റെ കയ്യിലാണോ? അപ്പുറത്ത് ചോദിക്ക. ഓ, മോളെ. ഹരിക്കുട്ട, അയ്യോ മക്കളെ, മുത്തച്ഛി വന്നത് നന്നായി. ബാലേട്ടൻ, നീ ബഹളം ഉണ്ടാക്കരുത്. വരാ. Oh,